പ്രിയമുള്ളവരെ, ഒരു യാത്രക്കിടയിൽ ശ്രദ്ധയിൽപ്പെട്ടൊരു കാഴ്ചയാണ് സ്കൂളൊക്കെ അടച്ച വിശ്രമ സമയം. ഇവിടെ 3 കൊച്ചുമിടുക്കന്മാർ വലിയ ബിസിനസ്സിലാണ്. ഇവർ ചില്ലറക്കാരല്ല. ഇവരും നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ട്. മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഷാമിൽ. മുഹമ്മദ് ഷാമിൽ. എത്രാം ക്ലാസ് പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ. ഏത് സ്കൂളാ? രണ്ടത്താണിയില്. 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? ഇതാരാണ്? മുഹമ്മദ് അബ്ഷാൻ. മോൻ എത്രാം ക്ലാസ് പഠിക്കുന്നു? 7ാം ക്ലാസ്. 7ാം ക്ലാസ്. ഏത് സ്കൂള്? രണ്ടത്താണി. വിവേകേ, ഈ ഒരു ഇങ്ങനെ ഒരു ആശയം ആര് കൊണ്ടുവന്നാ? ഞങ്ങള് കഴിഞ്ഞ വർഷമൊക്കെ നടത്തി. അപ്പൊ ഒരു പൂരിയായി. എല്ലാരും കൂടി ചെയ്തു. അപ്പൊ ഇതിലൂടെ അങ്ങ് കിട്ടുന്ന സമാഹരിക്കുന്ന ഫണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കും? നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കോ അതോ പഠനത്തിന്റെ ആവശ്യമായിട്ട് ഉപയോഗിക്കും? ആവശ്യങ്ങൾക്ക് മാത്രം. പെരക്കാരെ സഹായം വയ്യാതെ വീട്ടില് അതായത് മോനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മുടെ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കുക. നല്ല മനസ്സാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യം. പഠനത്തിന് എങ്ങനെ മോനെ? പഠിക്കാൻ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കൂട്ടത്തില് പഠനം, അറിവ് നേടണം. അറിവ് പിന്നെ നേടാൻ സാധിക്കില്ല. നിങ്ങൾ ഓരോരോ സമയങ്ങളിൽ നേടേണ്ട അറിവുകളുണ്ട്. ആ അറിവുകൾ അതാത് സമയത്ത് നേടണം. ഓക്കെ. അപ്പൊ അത് പിന്നീട് ഇപ്പൊ നേടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ കളിച്ച് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാവിയിൽ അതോർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. ഓക്കെ. മോൻ്റെ ശരീരം കണ്ടിട്ട് ഫുട്ബോളാണെന്ന് തോന്നുന്നത്. ഫുട്ബോൾ കളിക്കണ്ട? ക്യാമ്പിന് പോകുന്നുണ്ടോ അതോ നിങ്ങൾ സ്വന്തമായിട്ട് കളിക്കോ? സ്വന്തമായിട്ട്. ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് നിങ്ങൾക്ക്? ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നിങ്ങൾ എല്ലാവരും കൂടി കളിക്കും. ഓക്കെ. നിങ്ങൾ എത്ര ആളാണ് പാർട്ട്നേഴ്സ്? 4 ആളുണ്ട്. ഒരാളെവിടെ? ഒരാൾ ഫുഡ് കഴിക്കാൻ പോയതാണ് അല്ലേ? എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉള്ളത്? കക്കേരിക്കുണ്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, കർമ്മത്തിന്റെ, കൈതച്ചക്ക ഉണ്ട്, കാരറ്റ്, ബീട്രൂട്ട്, നാരങ്ങ വെള്ളം, മസാലടി, ഓറഞ്ച് അല്ലേ? അതിന് മസാല മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ മസാലയ്ക്ക് എത്ര പൈസ? ഇത് ഒരു വളിക്ക് 5 രൂപ. ഒരു വളിക്ക് 5. ഒരു വളിക്ക് 5. ഇത് 2. ഇത് 2. ഇത് 3. കൈതച്ചക്ക 5 രൂപ. ഇത് 2. ഒരു ഗ്ലാസ്സിന് 5 രൂപ. അതിലെന്താ ഉപ്പാടല്? മധുരവും ഇടും. എന്നിട്ട് 5 രൂപ കൊടുക്കും നിങ്ങള്. ഇതാണ് ക്ലാസ് അല്ലേ? ഓക്കെ. മിനി. ശരി. അപ്പൊ എന്തായാലും ഇവിടെ റോഡ് സൈഡാണ്. ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഇങ്ങനെ ചിറിപ്പാഞ്ഞ് പോകുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മൾക്ക് നിങ്ങളെപ്പോലത്തെ കുട്ടികളാണ് ഇത് കൂടുതൽ വാങ്ങിച്ച് കഴിക്കല് അല്ലേ? ഈ ഉപ്പിലിട്ടൊക്കെ. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് ആരത് സെറ്റാക്കി തരുന്നത്? എന്റെ ഉമ്മ, വലിയുമ്മ. ഉമ്മയും വലിയും ഒക്കെ ഉണ്ടാക്കി തരും അല്ലേ? ഗൂഗിൾ പേ ഉണ്ട്. അവർക്ക് ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളിപ്പോ യാത്രക്കിടയിൽ കയ്യിൽ പോക്കറ്റിൽ പേസ് എടുക്കാൻ മറന്നു വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ പേയിൽ അടിച്ചാൽ മതി. ആ സൗകര്യം ഉണ്ട്. അവർ ചില്ലറക്കാരല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ എന്തായാലും മക്കളെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത് വാങ്ങിച്ച് കഴിക്കുന്നത്. മുതിർന്നവരും കഴിക്കും. സ്ത്രീകളൊക്കെ അത് നന്നായിട്ട് കഴിക്കുന്നൊക്കെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലൊക്കെ ഇപ്പോൾ പലപ്പം ടൗൺ ഏരിയയിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ പലപ്പം നമുക്കൊരിക്കലും പാടില്ലാത്ത മനുഷ്യന് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടന്റുകളൊന്നും എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്താതെ ശ്രമിക്കുക. നമുക്ക് വേണ്ടത് സന്തോഷമുള്ള ഫണ്ടാണ് അല്ലേ? അപ്പോൾ ഈ കുഞ്ഞുനാളിൽ തന്നെ ആ ഒരു ശീലങ്ങൾ മനസ്സിലുണ്ടാക്കട്ടെ. ചെറുപ്പത്തിലെ ഒരു ബിസിനസ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാനുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു മാർഗം കണ്ടെത്തിയതാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുതിർന്ന ആളുകളായാൽ പോലും എന്ത് ചെയ്യരുത്, പൊതുസമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മളെ സൈഡിൽ നിന്ന് വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ മായം കലർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ തെറ്റാണ്. അത് ചതിയല്ലേ ആരൊക്കെ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ആകുമ്പോൾ ഉമ്മയും ആരാണ്? ഉമ്മയും ഉമ്മയൊക്കെ അല്ലേ? അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മാതിരിക്കുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പോണ പോക്കിലേ നിങ്ങൾ 2-3 ആളങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടിയൊക്കെ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് തോന്നിയല്ലോ. അപ്പോൾ അതിന് എൻ്റെ ഒരു അംഗീകാരം കൂടിയാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാലേ. അപ്പോൾ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ച് വളരാൻ ശ്രമിക്കുക. പഠനത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. അതുപോലെ തന്നെ സ്പോർട്സ് എന്നാലും ഫുട്ബോളും ശരീരമൊക്കെ നടക്കുന്നതല്ല. കുട്ടികളൊക്കെ ഓടി കളിച്ച് നടക്കണം. അപ്പോൾ ഞങ്ങളെ ശരീര വളർച്ച നടക്കുള്ളൂ. അതറിയില്ലേ? തുള്ളിച്ചാടി നടക്കുമ്പോഴാണ് കുട്ടികളുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ ഒതുങ്ങി ഇങ്ങനെ അവിടെ ഇരിക്കരുത്. ഓക്കെ. അപ്പോൾ എന്നാൽ താങ്ക് യു. ഒരു ഹൈ പറഞ്ഞേ.